അക്കാദമിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രവിപിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. രവിപിള്ള ഫൗണ്ടേഷനും നോർക്ക റൂട്ട്സും സംയുക്തമായി 2025-26 അധ്യയന വർഷം ആരംഭിക്കുന്ന സ്കോളർഷിപ്പാണ് രവിപിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ്. 1500 വിദ്യാർത്ഥികൾക്കായി 10 കോടി രൂപയാണ് സ്കോളർഷിപ്പായിട്ട് നൽകുന്നത്. ഹയർ സെക്കൻഡറി തലത്തിൽ 1100 വിദ്യാർത്ഥികൾക്കും ഡിഗ്രി തലത്തിൽ 200 വിദ്യാർത്ഥികൾക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിൽ 200 വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ 1500 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പിന് അർഹതയുള്ളത്. ഹയർ സെക്കൻഡറി തലത്തിൽ 1100 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നതെന്ന് പറഞ്ഞു. അതിൽ 950 പേർക്ക് സ്റ്റേറ്റ് സിലബസിലും 100 പേർക്ക് CBSE സിലബസിലും 50 പേർക്ക് ICSEയിലും ആണ് സ്കോളർഷിപ്പ് നൽകുന്നത്. 50,000 രൂപയാണ് സ്കോളർഷിപ്പ് തുക എന്ന് പറയുക. ഇനി ഡിഗ്രി തലത്തിലേക്ക് വരുമ്പോൾ സ്കോളർഷിപ്പ് തുക 1,00,000 രൂപയാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിലാണെങ്കിൽ സ്കോളർഷിപ്പ് തുക 1,50,000 ലക്ഷം രൂപയാണ്. ഇനി ഈ സ്കോളർഷിപ്പിൽ ഓരോ വിഭാഗത്തിലും 20% സ്കോളർഷിപ്പുകൾ വിദേശ രാജ്യത്തുള്ള പ്രവാസി കേരളീയരുടെ മക്കൾക്കും 5% ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കും നീക്കിവെച്ചിട്ടുണ്ട്. ഇനി അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ നമുക്ക് നോക്കാം. നിലവിൽ +1 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഡിഗ്രി 1-2 വർഷങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും PG 2ാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികളുമാണ് അപേക്ഷിക്കാൻ സാധിക്കുക. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. കേരളത്തിന് അകത്തോ പുറത്തോ പഠിക്കുന്ന കേരളീയർക്ക് അപേക്ഷിക്കാവുന്നതാണ്. +1 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് SSLCക്ക് മുഴുവൻ വിഷയങ്ങളും A+ മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി CBSE അല്ലെങ്കിൽ ICSE വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 90% മാർക്ക് ഉണ്ടായിരിക്കണം. +2വിൽ 85%-ലധികം മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കാണ് ഡിഗ്രി തലത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുക. PG തലത്തിൽ അപേക്ഷിക്കുന്നതിനായി സയൻസ് വിദ്യാർത്ഥികൾ ഡിഗ്രി തലത്തിൽ 80% മാർക്കും ആർട്സ്, കൊമേഴ്സ്, ലോ, മാനേജ്മെന്റ്, മെഡിക്കൽ, ടെക്നിക്കൽ വിദ്യാർത്ഥികൾ 75% മാർക്കും ബിരുദ തലത്തിൽ നേടിയിരിക്കണം. ഒരു കുടുംബത്തിൽ നിന്ന് പരമാവധി 2 പേർക്ക് സ്കോളർഷിപ്പ് അനുവദിക്കുകയുള്ളൂ. 50,000 രൂപയ്ക്ക് മുകളിൽ ഉള്ള ഏതെങ്കിലും സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ആയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല. ഇനി അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആധാർ കാർഡ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അത് SLC ബുക്കും അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റും ആകാം, അതല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. ഓക്കെ. വരുമാന സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, SSLC മാർക്ക് ലിസ്റ്റ്, +2 മാർക്ക് ലിസ്റ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ്. അതാത് കേസുകളാണ് പറയുന്നത് കേട്ടോ. ബൊണഫൈഡ് സർട്ടിഫിക്കറ്റ്, അതിന്റെ മാതൃക വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ബാങ്ക് പാസ്ബുക്ക് കോപ്പി ഉണ്ടാവണം. ഇനി ഭിന്നശേഷി വിദ്യാർത്ഥികളാണെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. ഇനി NRK കാറ്റഗറിയിലാണ് അപേക്ഷിച്ചതെങ്കിൽ നോർക്ക പ്രവാസി ID കാർഡും ഉണ്ടായിരിക്കണം. സ്കോളർഷിപ്പ് തുക ഒന്നുകൂടി പറയാം. +1 വിദ്യാർത്ഥികൾ 50,000 രൂപയാണ് വർഷം ലഭിക്കുക. ഡിഗ്രി വിദ്യാർത്ഥികൾ 1,00,000 രൂപയാണ് ലഭിക്കുക. PG വിദ്യാർത്ഥികൾക്ക് 1,25,000 രൂപയാണ് ലഭിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ മാസം 30 ആണ്. ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ